അല്ല, അത് പരാതിയിലായിട്ട് പറയണം. അത് നിങ്ങൾ പറഞ്ഞാണ്, ഞങ്ങൾ പറഞ്ഞെന്ന് അറിയിക്കില്ലേ എന്ന് പറഞ്ഞു കാണും. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നടപടിയെടുത്തില്ല. കുഞ്ഞിന്റെ അമ്മൂമ്മ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു വിവരമറിയിച്ചിരുന്നു. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പുതിയ വിവരം. കുട്ടിയെ മാതാപിതാക്കൾ പീഡിപ്പിക്കുന്ന വിവരം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അറിഞ്ഞിരുന്നു. കുഞ്ഞിന്റെ അമ്മൂമ്മ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് വിവരമറിയിച്ചിരുന്നു. അമ്മൂമ്മ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗത്തെ വിവരമറിയിക്കുന്ന ഫോൺ ശബ്ദ സന്ദേശം പുറത്ത്. അപ്പോൾ ഇന്നലെ എൻ്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ 2 കയ്യിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിൻ്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞങ്ങൾ നിൽക്കണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ രാത്രിയിൽ ആ കൊച്ചിനെ വല്ലതും ചെയ്യുവാണെങ്കിൽ എത്ര ആ ഒരു പേടി ഉള്ളിലുണ്ട്. ഇപ്പോഴും എനിക്ക് നമുക്ക് ഈ ചിന്താഗതി, അപ്പൊ ഈ ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യമേ ഇതൊക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പക്ഷേ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. 2 കയ്യിലും. ഇപ്പൊ എന്താ പ്രശ്നം? കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. വീട്ടിന്റെ മേട്ടിൽ നിന്ന് പറയുവാണ് 5-6 ദിവസം ഞാൻ നോക്കും കൊച്ചിനെ, പിന്നീട് പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ കൊച്ചിനെ നോക്കത്തുള്ളൂ എന്ന് അവ അവിടെ നിന്ന് നമ്മളവിടെ റോഡിന്റെ അവിടെ നിന്ന് പറയും. നമ്മളെ വീടിന്റെ തൊട്ട് മേളിൽ നിന്ന് പറഞ്ഞു. ആ ഒരു വാക്കെല്ലാം എനിക്ക് ആ ഒരു ഉള്ളത്. എന്നിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടാക്കി പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്തത്? അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ ഇട്ടിട്ട് പോയത്. ഇപ്പൊ അമ്മയും വേണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് പോയതല്ല. അവള് പ്രോഗ്രാമിന് ഡാൻസറാണ്. പ്രോഗ്രാമിന് പോയിട്ട് വന്ന് കൊണ്ടുപോവാന്ന് പറഞ്ഞു. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ട് ഇവര് വരുന്നുമില്ല, കൊണ്ടുപോകുന്നുമില്ല. അതിന്റെ അർത്ഥം കുട്ടി അവർക്ക് താല്പര്യം ഇല്ല എന്നല്ലേ? നമുക്കങ്ങനെ ഊഹിക്കാൻ പറ്റൂല. ഞാനൊരു അമ്മയെ ഞാൻ വരുന്നുണ്ട്. നമ്മള് ഇത് വർക്ക് ചെയ്യുന്ന ആളായോണ്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അമ്മയായോണ്ടും ഇങ്ങനെ ആയതുകൊണ്ടും അല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മള് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പൊ ഈ അയാൾ അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നെ എന്തിനാണ് നിങ്ങളത് തട്ടി വിട്ടതൊക്കെ ശരിയാണോ? നമ്മുടെ ചിന്താഗതി മനസ്സിലായി വിളിച്ചു വെച്ചാൽ നമ്മളിങ്ങനെ ഇമാജിനേറ്റ് ചെയ്തോണ്ടിരിക്കണേ. അത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പം കുട്ടീനെ വിടത്തില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങൾ എല്ലാം ചിന്തിച്ചെടുക്കുന്നതാ. എന്തായാലും ഒരു കാര്യം ചെയ്യും. നമുക്ക് കുട്ടിയുടെ കാര്യം എന്താണ് നമ്മൾ അന്വേഷിക്കാൻ പറ്റും. കുട്ടിക്കാണ് കേട്ടോ. കുട്ടിയുടെ കാര്യങ്ങളിൽ കുട്ടിയുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കാൻ പറ്റും. നിങ്ങളിത് പറയാം. നിങ്ങൾ പേടിച്ച് തോന്നി പരാതിയേറ്റം കൊടുക്കണം. ഞാൻ അത് കൊടുക്കണം. അപ്പൊ അത് പിന്നെ പരാതി ഇല്ലെന്ന് രീതിയിലല്ലേ പോലീസ് സംസാരിച്ചു എന്ന് പറയുന്നു. ഞാന്റെ പരാതി ഇല്ലാത്ത അല്ല സാർ. പരാതി ഇന്നലെ കൊടുത്തു, ഞാൻ കൊടുത്തു. പക്ഷെ മകളെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അത് പോലീസിന്റെ അടുത്ത് പറയണം. നിങ്ങളല്ലേ പറഞ്ഞ പരാതി ഇല്ലാത്തതുപോലെ അയാളെ വിളിച്ച് സംസാരിച്ചു എന്നാണ് പറഞ്ഞത് പോലീസ്. അല്ല, അങ്ങനെയല്ല. ഞങ്ങള് പരാതി കൊടുത്തതായിട്ടല്ല വിളിച്ച് സംസാരിച്ചത്. രാത്രിയിലാണ് 9 മണിക്ക് ശേഷമാണ് പോയത്. അല്ല, അത് പരാതിയിലായിട്ട് പറയണം. അത് നിങ്ങൾ പറഞ്ഞാണ്, ഞങ്ങൾ പറഞ്ഞെന്ന് അറിയിക്കില്ലേ എന്ന് പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞു ഞങ്ങൾ നിൽക്കണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ രാത്രിയിൽ ആ കൊച്ചിനെ വല്ലതും ചെയ്യുവാണെങ്കിൽ എത്ര ആ ഒരു പേടി ഉള്ളിലുണ്ട്. ഇപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്ക് ഈ ചിന്താഗതി, അപ്പൊ ഈ ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യമേ ഇതൊക്കെ ചെയ്യണമായിരുന്നു. ഇതിപ്പം ഇത് ആ പോലീസിന്റെ അടുത്ത് പോലും അങ്ങനെ തന്നെ. പോലീസിന് ഇപ്പൊ 2ാമത് എങ്ങനെ ബാക്കി കാര്യങ്ങൾ. ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു സംശയമാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അത് പരാതിയായിട്ട് കൊടുക്കുക. അപ്പൊ അവരെ വിളിച്ച് അന്വേഷിക്കട്ടെ. അതെ, ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം PI സാർ ഇന്നലെ വരുന്നുണ്ട്. ഇന്നലെ ഇല്ലായിരുന്നു. അവിടെ GDയുടെ കൈവശം പരാതി കൊടുത്തു. അപ്പൊ അവിടെ വേറൊരു സാറാണ് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ വിളിക്കാം. ഒരു സമയം കറക്റ്റ് ചെയ്തിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്താ പോരെ? മതി സാർ, അത് മതിയാവും. എന്നാലും എന്റെ ശ്രദ്ധയിലേക്ക് വന്നപ്പോ ഞാൻ സാറിനോട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാണ്. അതെ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളെ കുട്ടികളാണ്, അവരെ കൂടെ വിടണ്ടെന്നുള്ള രീതിയായിരുന്നു എന്റെ മനസ്സ് പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് സഹിക്കൂല സാർ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. ഞാനും 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട്
അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിലോ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ഇവൻ ആ വണ്ടിയോടുകൂടി ഇനി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടുത്തെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. എല്ലാം നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളത് അന്വേഷിക്കാം. മെയ് 3-നാണ് റീന ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച് വിവരമറിയിച്ചത്. പരാതി അറിയിച്ച് 26-ാം ദിവസം കുഞ്ഞു കൊല്ലപ്പെട്ടു. 1.5 വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുഞ്ഞിന്റെ അമ്മയുടെ പങ്കാളി അഷ്കർ, അമ്മ അഖില എന്നിവരാണ് കേസിലെ പ്രതികൾ. അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ തുടർന്നാണ് മരണമെന്നാണ് പോലീസ് പറയുന്നത്. 1.5 വയസ്സുകാരൻ അർഷിദ് അമ്മയിൽ നിന്നും അമ്മയുടെ പങ്കാളിയിൽ നിന്നും മാസങ്ങളോളം നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമാണ്. അങ്ങനെയുണ്ടായ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടറിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം. റിപ്പോർട്ടർ റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കായി ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ പിന്തുടരൂ.